പറഞ്ഞല്ലോ രാവിലെ. അല്ല, അത് സൗഹൃദത്തിലാണല്ലോ. അദ്ദേഹം അപ്പം തന്നെ നിഷേധിച്ചല്ലോ. അദ്ദേഹം അങ്ങനെ പറയുന്നൊരു അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം പിണറായി വിജയനല്ലല്ലോ. EP ഈസ് നോട്ട് എ പിണറായി വിജയൻ, മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള തറവാടിത്തമുള്ള വ്യക്തിയാണ്. അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് പോലെ ഒരു തറവാടിത്തം ഇല്ലാതെ എന്തെങ്കിലും EP പറയുമെന്ന വിശ്വാസമൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹവുമായിട്ടുള്ള ഒരുപാട് കാലത്തെ ബന്ധം ഉള്ളതുകൊണ്ട് എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ. വർഗീയവാദിയാണ് എന്ന് EP ജയരാജൻ പറയില്ല എന്ന് രാവിലെ 7 മണിക്കാരോ എന്നെ വിളിച്ച് പറയുമ്പം തന്നെ ഞാനത് നിഷേധിച്ചു. അത് പറയില്ല. കാരണം 16 വർഷത്തെ സൗഹൃദ ബന്ധമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്താണ്, ഒരുമിച്ച് കുറേ കിടന്നുറങ്ങി. ഈ വീട്ടിൽ വന്ന് അദ്ദേഹം കിടന്നുറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുടുംബ പശ്ചാത്തലം അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ആ നിലക്ക് അങ്ങനെ എന്ത് സംഭവിച്ചാലും ഈ പിണറായി പറഞ്ഞതുപോലുള്ള വാക്കുകളൊന്നും അദ്ദേഹം ഉപയോഗിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആദ്യം മുതലേ അത് പറഞ്ഞത്. അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ നിഷേധിക്കുകയും ചെയ്തു. അല്ല, ഗൂഢാലോചന 100% ഉറപ്പല്ലേ. അത് ചേലക്കരയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന, അല്ലെങ്കിൽ പാലക്കാട് ഇലക്ഷന് തലേന്നല്ലേ അത് വരേണ്ടത്. ചേലക്കരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 50% പ്രവർത്തകർ. ഞാൻ ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്? ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ കോലത്തിൽ നിൽക്കേണ്ടി വന്നത്? CPMലെ സാധാരണക്കാരായ പ്രവർത്തകർക്ക്, പാർട്ടി സെക്രട്ടറിമാർക്ക്, LC സെക്രട്ടറിമാർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ, പോലീസ് സ്റ്റേഷനിൽ പോകാൻ വയ്യ, ജനങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കാനുള്ള ശേഷിയില്ല, അപമാനിക്കപ്പെടുകയാണ്. ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ, 2 വീലേഴ്സ്, ടാക്സിക്കാർ, പോലീസ് ഈ പറയുന്ന പോലെ അനാവശ്യമായിട്ട് അവരുടെ അടുത്തുനിന്ന് ഫൈന് പിഴിഞ്ഞെടുക്കുകയാണ്. അവരുടെ ജീവിതം പ്രതിസന്ധിയിലാണ്. ഇതിലിടപെടണം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശബ്ദം കേട്ട മനുഷ്യർക്ക് മുഴുവൻ മനസ്സിലാവുമല്ലോ. അവരുടെ വോട്ടാണ് ഞാൻ ഈ പറയുന്നത്. ആ വോട്ട് അവിടെ ഉണ്ടാവും. പാലക്കാടിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഒരാഴ്ചയായിട്ട് ഒരു ഐഡിയ ഇല്ല. കാര്യം പറയല്ലോ. അതൊക്കെ അടിസ്ഥാനരഹിതമാണ്. കാരണം ഒരു വാക്ക് നമ്മൾ പറഞ്ഞിട്ട് വാക്ക് മാറുന്ന പ്രശ്നമേ ഇവിടെ ഇല്ല. വാക്ക് മാറി PV എന്ന് പറഞ്ഞ ശീലമില്ല. പറഞ്ഞ വാക്ക് തല പോയാലേ അവിടെ നിൽക്കും. അത് യാതൊരു തർക്കമില്ല. പാലക്കാട് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരുടെ അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പാലക്കാട് വളരെ മോശമായിട്ടാണ് സ്ഥാനാർത്ഥി, അത് പറയുന്ന UDF നേതാക്കൾ, പിൻവലിക്കപ്പെട്ട സ്ഥാനാർത്ഥി മിൻഹാജ്, അദ്ദേഹത്തെ ഒന്ന് കാണാനോ അദ്ദേഹത്തെ ഒരു പിന്തുണ അർത്ഥിക്കാനോ UDF നേതൃത്വം ഒരു മാന്യതയും കാണിച്ചിട്ടില്ല. അതൊരു വസ്തുതയാണ്. അതിലവിടുത്തെ പ്രവർത്തകർക്ക് വിഷമമുണ്ട്. ഞാൻ പറഞ്ഞ മിൻഹാജിനോട് ഒരു കാരണവശാലും അവരുടെ മാന്യത നോക്കണ്ട. അവരെ കണ്ടിട്ടല്ല നമ്മൾ പിന്തുണച്ച്. നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് പിന്തുണച്ചത്. നമ്മൾ മുന്നോട്ട് പോയിട്ട് BJPക്കെതിരെയുള്ള സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഈ പറയുന്ന രാഹുലിനെ ജയിപ്പിക്കാനുള്ള പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകണം. അതങ്ങനെ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ പൊന്നാനി പീഡന കേസിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ പൊന്നാനി പീഡന കേസ് തള്ളിയിട്ടില്ല. ഇങ്ങനെ വാർത്ത കൊടുക്കരുത്. കോടതി എന്താ പറഞ്ഞത്? അതായത് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് പറഞ്ഞു മജിസ്ട്രേറ്റിനോട് ഇതിൻ്റെ മുകളിൽ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഫസ്റ്റിൽ വന്നത്. അപ്പോൾ ഇതിൽ പ്രതിയാക്കപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡിവിഷണൽ ബെഞ്ചിൽ പോയിട്ട് പരാതി കൊടുത്തു. ഹൈക്കോടതിയുടെ ഈ ഓർഡർ ഒരു പക്ഷേ മജിസ്ട്രേറ്റിനെ സ്വാധീനിക്കും. അതുകൊണ്ട് അങ്ങനെ സ്വാധീനിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു. ഡിവിഷണൽ ബെഞ്ച് ഇന്നെന്താ പറഞ്ഞത്? മജിസ്ട്രേറ്റിനോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങളതിൻ്റെ മുകളിൽ തീരുമാനം എടുക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആലോചിച്ച് യുക്തമെന്ന് തോന്നുന്ന, ശരിയെന്ന് തോന്നുന്ന, നീതി എന്ന് തോന്നുന്ന തീരുമാനം നിങ്ങൾ എടുത്തോളൂ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അല്ല, കേസെടുക്കാനുള്ള ഒരു ഇതല്ലേ ഡിവിഷൻ ബെഞ്ച് വേണ്ടെന്ന് പറഞ്ഞത്? കേസെടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഉറങ്ങിണീറ്റതിന് ശേഷമുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ഉറങ്ങുന്ന മുമ്പുള്ള സിറ്റുവേഷനാണ് പറഞ്ഞത്. എന്ത് കേസ്? ഇത്ര കേസ്? കേസ് അല്ല. അപ്പോൾ വാർത്തകൾ വരുന്ന റിയാസിനെതിരെ 25 ലക്ഷം അവിടെ പിടിച്ച കാര്യമാണ്. അത് അദ്ദേഹം കാണിച്ചു തന്നാണ്. അത്രയേ ഉള്ളൂ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കും. ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോണിൽ വരുന്ന മെസ്സേജ് നോക്കാൻ പറ്റും. അപ്പോൾ കൂടെ ഉള്ളവരത് കാണിച്ചു തരും. അത്രയേ ഉള്ളൂ. എന്ത് ബുദ്ധിമുട്ടാണ്? ഞാൻ സുഖമായിട്ട് നിന്ന് ഉറങ്ങി. 10 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. 2 മണിക്കൂർ 3 മണിക്കൂറാണ്. ഇന്ന് 1 മണിക്കൂറിന് ശേഷം ഉറങ്ങി. ആരാ പറഞ്ഞത്? ഒരാളെ പറയും. അങ്ങനെ വെറുതെ ഒരു ശബ്ദം വരുമോ? UDF എന്ന് ആര് പറഞ്ഞു? മറുപടി ഞാൻ പറയുന്നത്. UDFൽ നിന്ന് ആര് പറഞ്ഞു? പൊതു ഇല്ലല്ലോ. ഒരാളങ്ങനെ പറയാത്തൊരു ശബ്ദം ഉണ്ടാവും. UDF എന്ന് ആര് പറഞ്ഞു? LDF എന്ന് ആര് പറഞ്ഞു? അൻവറിൻ്റെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവച്ച കാശ് കിട്ടില്ലെന്ന് ആളെ പേര് പറയുങ്ങൾ. പേര് പറഞ്ഞാൽ മറുപടി ഇപ്പോൾ പറഞ്ഞുതരാന്ന്. ഇന്ന് രാവിലെ PK ബഷീറിനെ കണ്ട സമയത്ത് പിന്നെ EP അൻവറിനൊപ്പം കൂടുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് EP അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യില്ല എന്നാണ്.
അത് ഈ മണ്ട പോയ തെങ്ങിൻ്റെ ആളുകൾ കുറേ ഉണ്ട് ഇവിടെ, മനസ്സിലായില്ല. അപ്പോൾ ആ തരത്തിലുള്ള പല മറുപടികളുണ്ടാവും. അത് പോട്ടെ. എന്താണെങ്കിലും ചേലക്കരയിൽ അപ്പോൾ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പിന്നെ നമ്മൾ ആത്മവിശ്വാസം, നമ്മൾ 10,000 വോട്ട് പിടിക്കാൻ പോയതാണ്. നമ്മൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ എന്താ പറയുക ഇഷ്യൂസിൻ്റെ മുകളിൽ അതിൻ്റെ ഈ കേരളത്തിലെ നമുക്കറിയാലോ അതിപ്രസരമുള്ള രാഷ്ട്രീയമുള്ള നാടാണ്. അപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത നാട്ടിലേക്കാണ് പോയത്. പാറപ്പുറം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മനുഷ്യനില്ല, സകല സ്ഥലത്ത് ആ പാറയിൽ പോയി കുഴിച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞത്. അവിടെയാണ് ഞാൻ നിവർന്നു നിന്ന് നിങ്ങളോട് പറയുന്നു 20,000 വോട്ടിൻ്റെ മുകളിലേക്ക് സ്ഥാനാർത്ഥിയുടെ ജയം വരെ എത്താം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ഈ ചേലക്കരയിൽ നേടുന്ന വോട്ടുകൾ വലിയ പ്രധാനപ്പെട്ടതാണ് ഭാവി പരിപാടികൾക്ക് അല്ലേ? അങ്ങനെയൊന്നുമില്ല. അവിടെ ഇനിയിപ്പോൾ വോട്ടിട്ടില്ലെങ്കിൽ പരിപാടി നിർത്തി പോകാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഈ മലയോര മേഖലയിലെ സമരമായിട്ട് മുന്നോട്ട് പോകണം. ഡിസംബർ 1 കാസർഗോഡ് ടു തിരുവനന്തപുരം വരെ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, മൃഗശല്യത്തിനെതിരെ, സർഫാസി ആക്ടിൽ മനുഷ്യരെ കൊന്ന് കൊല വിളിക്കുന്ന ഈ ജപ്തി നടപടിക്കെതിരെ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന അനാവശ്യമായ പോസ്റ്റ്മോർട്ടം, അതിലെ നിയമ ഭേദഗതി, ഈ 3 വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് കാസർഗോഡ് ടു തിരുവനന്തപുരത്തേക്ക് ഏകദേശം ഒരു 10-20 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ സമരജാഥ നമ്മൾ ആരംഭിക്കുകയാണ്.